ഇവിടെ നമ്മൾ ചുറ്റും കാണുന്ന പല കാര്യങ്ങളും നമ്മൾ കണ്ണടയ്ക്കല പതിവ്. കാരണം അത് മോർ കൺവീനിയൻ്റ് ആണ്. നമ്മളൊരു കാര്യം കണ്ടില്ല എന്ന് വെക്കുന്നതാണ് ഏറ്റവും കൺവീനിയൻ്റ് എന്ന് പറയുന്നത്. കാണുമ്പോഴാണ് സത്യം പറഞ്ഞാൽ അതിന് ബുദ്ധിമുട്ട് വരിക. കാരണം അതിനെ എതിർക്കാൻ നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ശക്തികൾ നമുക്കെതിരാണ്. അതങ്ങനെയാണത്. ഇപ്പം നമ്മൾ ഈ സീനിയർ സിറ്റിസൺസ്, ഇവിടെ ഇരിക്കുന്ന അമ്മമാരും അച്ഛന്മാരും എല്ലാവരും 80 അല്ലെങ്കിൽ 70 കഴിഞ്ഞ ആൾക്കാരെന്നുള്ള നിലയ്ക്ക് അവർക്ക് ഈ ഒരു സാഹചര്യത്തിൽ വേണ്ടത് അവർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷവും സപ്പോർട്ടുമാണ്. നമ്മൾ ഓരോരുത്തരും കൊടുക്കുക എന്നുള്ളത് കടമയാണ്. അത് ലീഗൽ കടമയല്ല, അത് മോറൽ, എത്തിക്കൽ, മാനുഷികമായ ഒരു കടമ തന്നെയാണ്. അതിൽ കൂടുതലൊന്നും നമ്മളാരും ചെയ്യുന്നതും ഉണ്ടാവില്ല ശരിക്കും പറഞ്ഞാൽ. കാരണം നമുക്കറിയാം ഇത് നമ്മൾ ചെയ്യേണ്ടത് ഈശ്വരന് വേണ്ടിയിട്ടാണ്. കാരണം ഈശ്വരൻ എന്ന് പറയുന്നത് ഒരു അമ്പലത്തിലോ മോസ്കിലോ പള്ളിയിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ശക്തിയല്ല, അത് എല്ലായിടത്തുമുള്ള ശക്തിയാണ്. മറ്റൊരാൾക്ക് വേണ്ടി സംസാരിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും ബുദ്ധിമുട്ട്. സ്വന്തം കാര്യങ്ങൾക്ക് സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. എനിക്കിത് വേണം, എനിക്കിന്നത് നേടണം, എൻ്റെ ഈ പവർ വെച്ചിട്ട് എനിക്കത് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, എനിക്ക് എന്ത് വേണം, അങ്ങനെയാണോ ഞാൻ എൻ്റെ പവർ ഉപയോഗിക്കേണ്ടത്? നമുക്കൊരു പവർ തരുന്നു, അത് സിറ്റിസൻസിൻ്റെ ട്രസ്റ്റ് എന്ന് ഞാൻ പറയാം. കോൺസ്റ്റിറ്റ്യൂഷണലി അത് സിറ്റിസൻസിൻ്റെ ട്രസ്റ്റാണ്. എനിക്കൊരു കാര്യം നടത്തണമെങ്കിൽ എനിക്ക് തോന്നുന്നു എൻ്റെ ഇന്നത്തെ പവറിലോ എനിക്ക് തന്നിരിക്കുന്ന ഈ ഒരു സൗഭാഗ്യം കാരണം അത് സാധിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ട് വരില്ലായിരിക്കാം. പക്ഷേ ഞാൻ വഴി മറ്റൊരാൾക്ക് ഒരു നല്ലത് വരണമെങ്കിൽ ഞാൻ തന്നെ പലതും ഓപ്പോസിഷൻ ഫേസ് ചെയ്യേണ്ട ഒരു കാലമാണ്. എന്തുകൊണ്ടാണ് എനിക്ക് സത്യമായിട്ട് അറിയില്ല. കാരണം നമുക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നതുകൊണ്ടായിരിക്കാം. അങ്ങനെ ആവാതിരിക്കട്ടെ. നമ്മൾ ജീവിതം എന്ന് പറയുന്നത് മറ്റൊരാൾക്ക് വേണ്ടിയിട്ടാണ്. അത് പ്രായമായ ആൾക്കാരാവുന്ന സമയത്ത് നമ്മൾ അവരെ ഓരോരുത്തരെയും അച്ഛനും അമ്മയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ജീവിക്കണം. എൻ്റെ അമ്മയ്ക്കോ എൻ്റെ അച്ഛനോ ആണ് ഒരു ബുദ്ധിമുട്ട് വന്നത്, നമ്മളിൽ ഓരോരുത്തരും എങ്ങനെ റിയാക്ട് ചെയ്യുന്നുവോ അതേ റിയാക്ഷൻ നമുക്ക് മറ്റൊരാളെ കാണുമ്പോൾ വേണം. എൻ്റെ അമ്മയ്ക്ക് ഞാൻ കൊടുക്കുന്ന അതേ റെസ്പെക്റ്റും അതേ സ്നേഹവും ഞാൻ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും, ഈ ലോകത്തുള്ള ഓരോ അമ്മയ്ക്കും അച്ഛനും തരാൻ സാധിച്ചാൽ അവിടെയാണ് ഞാനൊരു മനുഷ്യനാവുന്നത്. അല്ലാണ്ട് എൻ്റെ അമ്മയ്ക്ക് ഞാൻ എല്ലാം നേടിക്കൊടുക്കുകയും മറ്റൊരമ്മയിൽ നിന്ന് ഞാനത് എടുത്ത് വാങ്ങിക്കുകയും ചെയ്യുകയാണെങ്കിൽ എൻ്റെ ജീവിതം കൊണ്ട് യാതൊരു അർത്ഥം ഉണ്ടാവില്ല. നമ്മൾ കാണുന്ന അങ്ങനെയല്ല. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും കൊട്ടിഘോഷിക്കണം. അത് ഏത് ലെവലിലായിക്കോട്ടെ, അത് ഒഫീഷ്യലായിക്കോട്ടെ, പേഴ്സണലായിക്കോട്ടെ. ഞാനൊരു കാര്യം ചെയ്തു, ഞാനൊരാൾക്ക് 1 രൂപ കൊടുത്താൽ ഞാനത് എല്ലായിടത്തും കൊട്ടിഘോഷിക്കണം. ഞാൻ 1 രൂപ കൊടുത്തു, അതിൻ്റെ ഫോട്ടോ എടുത്തു, അവിടെ കൊടുത്തു, ഇവിടെ കൊടുത്തു. അപ്പോൾ ഞാൻ ആ കോണ്ടെക്സ്റ്റിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, അത് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ഇംഗ്ലീഷ് ഭാഷയിൽ ചാരിറ്റി എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇത് സോഷ്യൽ മീഡിയയിൽ കുറേ ഓടിയൊരു കാര്യമാണ്. പക്ഷേ ഞാനത് 2018 എൻ്റെ അച്ഛൻ നിൽക്കുന്ന ഒരു സ്റ്റേജിൽ ആദ്യം പറഞ്ഞതാണ്. അതിന് എൻ്റെ അച്ഛൻ്റെ അപ്രൂവൽ കിട്ടിയിട്ടാണ് ഞാൻ അന്ന് എൻ്റെ സന്തോഷം. അപ്പോൾ ഈ ചാരിറ്റി എന്നുള്ള വേർഡ് ഞാൻ പറഞ്ഞു, അത് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ അതൊരു വളരെ മെക്കാനിക്കലായിട്ടുള്ളൊരു കാര്യമാണ്. ഐ ഡു ചാരിറ്റി എന്ന് പറഞ്ഞ് നമ്മൾ ആർക്കോ എന്തോ കൊടുത്തു നമ്മൾ നടന്നുപോയി. പക്ഷെ നമ്മൾ സേവയാണെങ്കിൽ, നമ്മൾ സർവീസ് ആണെങ്കിൽ, ഞാൻ ചെയ്യുന്നത് മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യുന്നത് ഞാൻ എൻ്റെ വീട്ടുകാർക്ക് വേണ്ടി ചെയ്യുന്നത് പോലെയാണെങ്കിൽ നിങ്ങൾ പറയുമോ ഞാൻ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ചാരിറ്റി ചെയ്തു എന്ന് പറയും? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ എൻ്റെ അച്ഛനും അമ്മയ്ക്കും എൻ്റെ മക്കൾക്ക്, എൻ്റെ പേരക്കുട്ടികൾക്ക് ഞാൻ ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തിട്ട് പറയണം ഞാൻ അവർക്ക് വലിയ ചാരിറ്റി ചെയ്തു. അങ്ങനെ നമ്മൾ സംസാരിക്കും. അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർക്ക് ചെയ്യുമ്പോൾ സംസാരിക്കുന്നില്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുമ്പോൾ സംസാരിക്കുന്നത്? കാരണം അവിടെ നമ്മൾ മനുഷ്യനല്ലാത്തതുകൊണ്ടാണ്, മനുഷ്യനാവാൻ സാധിക്കാത്തതുകൊണ്ടാണ്. നമ്മൾ ചെയ്യുന്നതൊന്നും നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടിയിട്ടല്ല ചെയ്യേണ്ടത്, നമ്മൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യുന്ന പ്യൂരിറ്റി എന്ന് പറയുന്നത് മറ്റൊരാളുടെ ലൈഫിൽ ഒരു ചെറിയ ചേഞ്ച് നമുക്ക് ചെയ്യാൻ പറ്റുക, പോസിറ്റീവ്ലി, നെഗറ്റീവ് അല്ല. നെഗറ്റീവ് ചേഞ്ചസ് വരുത്താൻ വളരെ എളുപ്പമാണ്. അതിപ്പോൾ എൻ്റെ ജോലിയിലാണെങ്കിലും അങ്ങനെയാണ്. ഒരു 10 കേസ് തള്ളിയാൽ മതി എനിക്കൊരു നെഗറ്റീവ് ചേഞ്ച് ക്രിയേറ്റ് ചെയ്യും. പക്ഷേ തള്ളുന്ന കേസുകൾ പോലും തള്ളാതെ എത്രത്തോളം റിലീഫ് കൊടുക്കാൻ സാധിക്കുമെന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നത് അത് എന്നെ ട്രെയിൻ ചെയ്ത് എൻ്റെ ഗുരുക്കൾ തന്നെയാണ്, അല്ലാതെ ഞാൻ ചെയ്യുന്ന കാര്യമൊന്നുമല്ല. അപ്പോൾ അതാണ് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നിലനിൽക്കുക എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അവർക്ക് യാതൊരു വിഷമവും വരാതെ, അവർക്കൊരു ബുദ്ധിമുട്ട് വരാതെ, നമ്മൾ കാരണം അവർക്കൊരു ബുദ്ധിമുട്ട് വരാതെ മുന്നോട്ട് പോവുക. അത് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം തന്നെയാണ്. നമ്മൾ ആരാണെന്നുള്ളതല്ല പ്രസക്തിയുള്ളത്, നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളതാണ് പ്രസക്തി. നമ്മൾ എന്തായിരുന്നു എന്നുള്ളതല്ല പ്രസക്തി. നമ്മൾ ആരുമാവാം, ഏത് പൊസിഷനും എടുക്കാം. പക്ഷേ നമ്മൾ അത് കിട്ടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ആർക്ക് വേണ്ടി ചെയ്തു, എന്തൊക്കെ ചെയ്തു, ഇതാണ് അവസാനം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ കണക്ക് പുസ്തകം എന്ന് പറയുന്നത്. അല്ലാണ്ട് എനിക്കെന്ത് കിട്ടി, എൻ്റെ കുടുംബത്തിന് എന്ത് കിട്ടി, എത്ര പൈസ ഞാൻ ഉണ്ടാക്കി, എത്ര പദവി ഞാൻ അലങ്കരിച്ചു, എത്ര ടൈറ്റിൽസ് എനിക്ക് കിട്ടി, ഇതൊന്നും പ്രസക്തിയുള്ള കാര്യങ്ങളല്ല.
ഒരു കാലം കഴിയുമ്പോൾ എല്ലാവരും നമ്മളെ മറന്നുപോകും. മറക്കണം. അതാണ് ഈശ്വരൻ, അതാണ് ലോകം. നമ്മൾ ഇന്ന് കാണുന്ന ഒരു കാലഘട്ടമായിരിക്കില്ല നമ്മൾ അടുത്ത കുറച്ച് കാലം കഴിയുമ്പോൾ കാണുന്നത്. നമ്മൾ ഈ പറയുന്നതും ചെയ്യുന്നതും എല്ലാം ഒരു സൈക്കിൾ പോലെ. ഇത് ഫിലോസഫി സംസാരിക്കുകയല്ല, പ്രാക്ടിക്കലി സംസാരിക്കുകയാണ്. ഇതിൽ ഫിലോസഫി ഇല്ല. ഞാനൊരു ഫിലോസഫർ അല്ല, എനിക്ക് ഫിലോസഫി പറയാനുള്ള യോഗ്യതയുമില്ല. പക്ഷേ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഒരു ലൈഫ് സൈക്കിളിൻ്റെ ഭാഗം തന്നെയാണ്. നമ്മൾ ഇന്ന് ചെയ്യുന്നത് കണ്ട് നമ്മൾ മതിമറന്ന് ഞാനാണ് ഇതിൻ്റെ കാരണക്കാരനെന്ന് വിശ്വസിക്കുമ്പോഴാണ് ബുദ്ധിമുട്ട് വരുന്നത്. നമ്മൾ ചെയ്യുന്നതൊന്നും നമ്മൾ കാരണമല്ല. ഞാൻ ചെയ്യുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യുന്നതല്ല എന്ന് എനിക്ക് ബോധ്യം വരുന്ന കാലത്ത് മാത്രമേ എനിക്കൊരു സാക്ഷാത്കാരം കിട്ടുകയുള്ളൂ. നമ്മളിൽ കൂടെ നമ്മൾ നിമിത്തമായി നിന്നുകൊണ്ട് ഒരു ലാർജർ ഫോഴ്സ്, ആ ഫോഴ്സിനെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വിളിക്കാം. ഈശ്വരൻ എന്ന് വിളിക്കാൻ താല്പര്യമില്ലെങ്കിൽ അച്ഛനെന്ന് വിളിക്കാം, അച്ഛനെന്ന് വിളിക്കാൻ താല്പര്യമില്ലെങ്കിൽ അമ്മ എന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. നമ്മൾ വിചാരിക്കുന്ന നമ്മളെക്കാട്ടിലുമുള്ള ഒരു പവർ, ഇതെല്ലാവരും റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു പവറാണ്. കാരണം അടുത്ത നിമിഷം